Hello everyone, welcome to our channel. Today we are diving into the fascinating world of artificial intelligence. But don't worry, we are here to demystify complex AI concepts and make them easy to understand. So AI concept മെയിനായിട്ട് മൂന്നെണ്ണമുള്ളത്: മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് ആൻഡ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. സോ ഇതെല്ലാം കൂടി നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം. സോ ഗെറ്റ് റെഡി ടു ലേൺ. സോ ഈ മൂന്ന് കോൺസെപ്റ്റ്സും എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ഫസ്റ്റ് വൺ, മെഷീൻ ലേണിംഗ്. സോ തിങ്ക് ഓഫ് എ ബേബി ലേണിംഗ് ടു വാക്ക്. അതായത് ഒരു ബേബി നടക്കാൻ പഠിക്കുന്ന ടൈം. അതായത് അവർ വീഴും, പിന്നെയും എണീക്കും, പിന്നെയും വീഴും, പിന്നെയും എണീക്കും. പക്ഷെ ഓരോ ട്രയലും അവർ കുറേ ട്രൈ നടത്തും. അപ്പോൾ ഓരോ ട്രയലും അവർ ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്യും. ഫൈനലി അവർ നടക്കും. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ഹൗ മെഷീൻ ലേണിംഗ് വർക്ക്സ്. It gets shown tons of examples like pictures of cats and dogs and learns to tell them apart on its own. It's like training a super fast baby brain. In other words, imagine teaching a computer to recognize patterns and make decisions based on data. അതായത് നമ്മളൊരു കാറ്റിൻ്റെ പിക്ചർ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തുന്നതായിരിക്കാം. സോ അതിൽ ഓൾറെഡി കുറേ ഡാറ്റാസ് ഉണ്ട്. അതായത് പൂച്ചക്ക് ഒരു പാറ്റേൺ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അടുത്ത് ഓൾറെഡി വേറെ കുറച്ച് ഡാറ്റാസ് ഉണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി കുറച്ച് ഡാറ്റാസ് ഉണ്ട്. ആ ഡാറ്റാസും പിന്നെ ഈ പൂച്ചക്ക് നമുക്ക് കൊടുത്ത പിക്ചറിൻ്റെ പാറ്റേൺസും, അതായത് ആ പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യും. അപ്പം ഈ പാറ്റേൺസും ആ ഓൾറെഡി അവിടെ ഉണ്ടായ ഡാറ്റാസും ടാലി ആവുന്നുണ്ടെങ്കിൽ, സെയിം ആവുന്നുണ്ടെങ്കിൽ മെഷീൻ ലേണിംഗ് ഡിസൈഡ് ചെയ്യും. അതായത് ഇതൊരു കാറ്റാണെങ്കിൽ പൂച്ചയാണെന്ന് ഡിസൈഡ് ചെയ്യും. ടാലി ആവുന്നില്ലെങ്കിൽ വിച്ച് മീൻസ് അതൊരു പൂച്ചയല്ല. ഓക്കെ, അപ്പം ആദ്യമൊക്കെ ഇതിൻ്റെ കറക്റ്റ്നെസ് വളരെ കുറവായിരിക്കും. ബട്ട് ഗ്രാജുവലി അത് ഇമ്പ്രൂവ് ചെയ്ത് വരും. അത് നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, ബേബി നടക്കുന്ന എക്സാമ്പിൾ, അതുപോലെ ജസ്റ്റ് ലൈക്ക് ഹൗ വി ലേൺ ഫ്രം എക്സ്പീരിയൻസ്. എസെൻഷ്യലി വാട്ട് മെഷീൻ ലേണിംഗ് ഈസ് ഓൾ അബൌട്ട്. ഫ്രം പ്രെഡിക്റ്റിംഗ് സ്റ്റോക്ക് പ്രൈസസ് ടു റെക്കഗ്നൈസിങ് ഫേസസ് ഇൻ ഫോട്ടോസ്. അതായത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റോക്ക് മാർക്കറ്റ് പിന്നെ അതിൽ കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് യൂസ് ചെയ്തിട്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ടെക്നിക്കൽ അനാലിസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ടാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അത് കൂടുതൽ പറയുന്നത്. റെക്കഗ്നൈസിങ് ഫേസസ് ഇൻ ഫോട്ടോസ്, അതായത് നമ്മളെ ഗൂഗിൾ ഫോട്ടോസിലും ഇപ്പോൾ എല്ലാ ഗാലറിയിലും ഫോട്ടോസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഫേസസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഫോട്ടോ ഓരോ ഫോൾഡറായിട്ട് സെറ്റ് ചെയ്ത് വെക്കും. അതായത് എൻ്റെ ഫാദർ ആണെങ്കിലും എൻ്റെ മദർ ആണെങ്കിലും അവർ ഫോട്ടോ ആദ്യം അവർ റെക്കഗ്നൈസ് ചെയ്യും, ആ ഒരു പാറ്റേൺ. എന്നിട്ട് അതിൽ ഓൾറെഡി ഡാറ്റ ഉണ്ടാവും. ഇവരുടെ ഫോട്ടോ ഇങ്ങനെയാണ്, ഇത്ര ഇതിലാണ്, ഈ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ആണെന്ന് ഓൾറെഡി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവും. സോ അതിൻ്റെ ഡാറ്റ ഉണ്ടാവും. ആ ഡാറ്റാവും പിന്നെ ചെക്ക് ചെയ്യേണ്ട ആ ഒരു ഇമേജും ചെക്ക് ചെയ്യും. ടാലി ആവുന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോയിൽ കയറും. എൻ്റെ മദർ ആണെങ്കിൽ മദർ, എൻ്റെ ഫാദർ ആണെങ്കിൽ ഫാദർ. ഇപ്പോൾ എൻ്റെ ഫോട്ടോ നിങ്ങളെല്ലാ ഫോണിലും ആ എക്സാമ്പിൾ ഉണ്ടാവും. അത് എൻ്റെ ഒരു ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് എൻ്റെ ഫേസിലുള്ള എല്ലാ ഫോട്ടോസും, അതായത് എൻ്റെ ഫേസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാ ഫോട്ടോസും ഒരു ഫോൾഡറിലേക്ക് മാറ്റിത്തരും. അത് മീ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറാണ്. അങ്ങനെ മെഷീൻ ലേണിങ്ങിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരാം. പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻസ്, അതായത് നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് എല്ലാം പോലത്തെ പ്ലാറ്റ്ഫോംസ് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും. അതായത് നമ്മൾ 10 ഫുട്ബോളിൻ്റെ വീഡിയോ ഉണ്ടെന്നിരിക്കാം. അപ്പോൾ നമ്മളെ സജഷൻ ലിസ്റ്റിൽ പിന്നെയും കുറേ ഫുട്ബോളിൻ്റെ വീഡിയോ വരും. അതായത് നമ്മളെ ഹിസ്റ്ററി നോക്കിയിട്ടാണ് അത് നമ്മളെ ഹിസ്റ്ററി ഡാറ്റ. നമ്മൾ 10 ഫുട്ബോളിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഫുട്ബോൾ ലൈക്ക്ഡ് പേഴ്സൺ ആണെന്ന് മനസ്സിലാവും. സോ അന്നേരം നമുക്ക് സജഷൻ നമുക്ക് ആ ഒരു ഇതുണ്ട്. അതൊക്കെ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടാണ്. സോ അതാണ് നമ്മൾ ഹിസ്റ്ററി ഡാറ്റ ആയിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് സജഷനിലേക്ക് ആ വീഡിയോ വരും. ഓക്കെ, അടുത്തത് സ്മാർട്ട് ഫോൺസ് പ്രെഡിക്റ്റിംഗ് ടെക്സ്റ്റ് ആസ് യു ടൈപ്പ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ മെസ്സേജ് അയക്കുന്നതായിരിക്കാം. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഗുഡ് മോർണിംഗ് എന്നാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്താൽ നമ്മൾ ഗുഡ് എന്ന് അടിക്കുമ്പോൾ ഗുഡ് മോർണിംഗ് എന്നുള്ളൊരു ഇത് വരും. അല്ലെങ്കിൽ മോർണിംഗ് എന്നിൻ്റെ MOR എന്ന് അടിക്കുമ്പോൾ ബാക്കി മോർണിംഗ് എന്ന് ഫുള്ളായിട്ട് വരും. അതിനാ പറയാം സ്മാർട്ട് ഫോൺസ് പ്രെഡിക്റ്റിംഗ് ടെക്സ്റ്റ് ആസ് യു ടൈപ്പ്. നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പോകുന്ന വേർഡ് അത് സ്മാർട്ട് ഫോൺസ് പ്രെഡിക്റ്റ് ചെയ്യും. അത് നമ്മളെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ, അതായത് നമ്മൾ 3-4 പ്രാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു വേർഡ് അടിച്ച് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത് ഫേഷ്യൽ റെക്കഗ്നിഷൻ ഓൺ യുവർ ഫോൺ, അതായത് നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതിന്. പിന്നെ വെതർ ഫോർകാസ്റ്റിംഗ്, ഓക്കെ അതങ്ങനെ. സെക്കൻഡ് വൺ, ഡീപ്പ് ലേണിംഗ്. ഇനി നമ്മൾക്ക് ഡീപ്പ് ലേണിങ്ങിനെ കുറിച്ചിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, മെഷീൻ ലേണിംഗ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഡീപ്പ് ലേണിംഗ്. അതായത് നിങ്ങൾ ഇമാജിൻ ചെയ്യും, അതായത് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത സൂപ്പർ ഫാസ്റ്റ് ബേബി ബ്രെയിൻസ്, അതിനെ ഒന്നിൻ്റെ മുകളിലായി ഒന്നായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കും. വിച്ച് മീൻസ് ബിൽഡിംഗ് എ ടവർ ഓഫ് നോളജ്. ദാറ്റ്സ് ഡീപ്പ് ലേണിംഗ്. അതായത് നമ്മൾ ഈ പറഞ്ഞ അറേഞ്ച്മെൻറ്റിന് മൗണ്ടെയിൻസ് ഓഫ് ഇൻഫർമേഷൻ, അതായത് ലാർജ് നമ്പർ ഓഫ് ഇൻഫർമേഷൻ അനലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഡിസിഷൻ എടുക്കാൻ പറ്റും. അതേപോലെ സൂപ്പർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തിങ്സ് പിന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഹൗ വി തിങ്ക്. അതായത് മെഷീൻ ലേണിങ്ങിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് ആ വേർഡിൽ തന്നെ മനസ്സിലാവും ഡീപ്പ് ലേണിംഗ് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള, കുറച്ചും കൂടി ആഴത്തിൽ അനലൈസ് ചെയ്യുന്ന ലേൺ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറയാനാണെങ്കിൽ ഫസ്റ്റ് വൺ, സെൽഫ് ഡ്രൈവിംഗ് കാർസ്, റെക്കഗ്നൈസിങ് ഒബ്ജക്ട്സ് ആൻഡ് നാവിഗേറ്റിംഗ് റോഡ്സ് യൂസിങ് കോംപ്ലക്സ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ട്രെയിൻഡ് ഓൺ മാസീവ് ഡാറ്റാ സെറ്റ്സ്. അതായത് കുറേ ഡാറ്റാ സെറ്റ്, അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാ സെറ്റ്സ് പിന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതായത് റോഡിൽ ഇഷ്ടംപോലെ
തടസ്സങ്ങളുണ്ടാവും. അതായത് കുറേ ലാർജ് നമ്പർ ഓഫ് ഓബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. സോ അതൊക്കെ അനലൈസ് ചെയ്തിട്ട് റോഡ് നാവിഗേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, സെൽഫ് ഡ്രൈവിംഗ് കാർസ്, ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് ഡീപ്പ് ലേണിംഗ്, വിച്ച് മീൻസ് ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് വൺ. സെക്കൻഡ് എക്സാമ്പിൾ, വോയിസ് അസിസ്റ്റൻറ്റ് ലൈക്ക് സിറി ഓർ അലക്സ. നെക്സ്റ്റ് വൺ, സോഷ്യൽ മീഡിയ കണ്ടന്റ് മോഡറേഷൻ, ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിഫൈങ് ആൻഡ് റിമൂവിങ് ഹാർംഫുൾ കോണ്ടന്റ് ബേസ്ഡ് ഓൺ കോംപ്ലക്സ് ഇമേജ് ആൻഡ് ടെക്സ്റ്റ് അനാലിസിസ്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിൽ കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ലാർജ് നമ്പർ ഓഫ് ഡാറ്റാസ് ഉണ്ടാവും. സോ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് ഹാർംഫുൾ കണ്ടൻറ്റ് ഏതാണെന്ന് അനലൈസ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. സോ ഡീപ്പ് ലേണിംഗ് അത്രയേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു മെഷീൻ ലേണിങ്ങും പിന്നെ ഡീപ്പ് ലേണിംഗ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ തേർഡ് വൺ NLP, അതായത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. നിങ്ങളെപ്പോഴെങ്കിലും വോയിസ് ചാറ്റ് ചെയ്തിട്ടുണ്ടോ? അതും അല്ലെങ്കിൽ പിന്നെ റീഡ് ഔട്ട് ലൗഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടോ? അതായത് നമ്മളൊരു ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് അത് റീഡ് ഔട്ട് ലൗഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നമ്മൾ ആ കമ്പ്യൂട്ടർ ലൗഡായിട്ട് റീഡ് ചെയ്യും. ദാറ്റ്സ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് സിംപ്ലി. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരെ പോലെ അത് കമ്പ്യൂട്ടർ വർത്താനം പറയാം, നമ്മളോട് പറയാം. അത് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, തെലുങ്ക് ഓർ കന്നഡ ഓർ എനിത്തിങ്. മെയിനായിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ചാറ്റ് ബോട്ട്സ് പ്രൊവൈഡിങ് കസ്റ്റമർ സർവീസ്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻസ്, നമ്മൾ ഓരോ പേഴ്സൺ ടു പേഴ്സൺ ലാംഗ്വേജ് ഡിഫറെൻ്റ് ആയിരിക്കും. അതൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് നമുക്കൊരു ഇൻഫോർമേറ്റീവ് വേയിൽ റിപ്ലൈ തരും. കുറേ എക്സാമ്പിളുണ്ട്, ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരാം. മെഷീൻ ട്രാൻസ്ലേഷൻ, സ്മാർട്ട് അസിസ്റ്റൻറ്റ് റിമൈൻഡേഴ്സ്, സെൻറ്റിമെൻറ്റ് അനാലിസിസ് ഓൺ സോഷ്യൽ മീഡിയ, സ്പാം ഫിൽറ്ററിങ്. സോ ഇന്ന് നമ്മൾ മെയിനായിട്ടുള്ള 3 AI കൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വൺ മെഷീൻ ലേണിംഗ്, സെക്കൻഡ് വൺ ഡീപ്പ് ലേണിംഗ്, തേർഡ് വൺ NLP, വിച്ച് മീൻസ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഈ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള കണ്ടൻറ്റ്, ഈ ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് വെച്ചിട്ടുള്ള വീഡിയോ ഇനിയും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. ബൈ ബൈ.